കൂട്ടുകാരെ നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഈ കാണുന്ന ജീറ്റോയുമായിട്ടാണ്. മഹീന്ദ്രയുടെ ഒരു കിടിലൻ ജീറ്റോയാണ്. അപ്പോൾ ഈ ഒരുപാട് വിശേഷങ്ങളുള്ള ഈ വണ്ടിയുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയണേ മുന്നേ ആ ലൈക്ക് ബട്ടൺ ഞെക്കിയോടെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജ്ജമാകുമെന്ന് ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നതാണ്. ഒരു പ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മുടെ മഹീന്ദ്രയുടെ ജീറ്റോയുമായിട്ടാണ്. മുന്നൊരു നമ്മൾ വൈറ്റ് ജീറ്റോ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മളിത് റെഡും യെല്ലോയുമായിട്ടുള്ള ഒരു ജീറ്റോയാണ് കിടക്കുന്നത് കേട്ടോ. നമ്മൾ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഒരു സിംഗിൾ ഓണറായിട്ടുള്ള ജീറ്റോ ആണ് കിടക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വെറും 3 മാസമായിട്ടുള്ളൂ. 3 മാസം എന്ന് പറയുമ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് പെയിൻറ്റിങ് കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ടതില്ല. എങ്കിൽ കൂടിയും ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി ടെസ്റ്റ് വരുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 2019 മോഡൽ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഇനി വരുന്നത് 2 വർഷം കഴിഞ്ഞിട്ടുള്ള 2026 ടെസ്റ്റാണ് വരുന്നത്. ഇതാണ് ഒരു ഔട്ട്ലുക്ക് എന്നൊക്കെ പറയുന്നത്. ഇവിടെ ചെറുപൊക്കെ ടച്ചപ്പൊക്കെ നടത്തിയിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണാനായിട്ട് ബാക്കിക്കുന്നില്ല. വേറെ പെയിൻറ്റിങ്ങിന് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു 3 മാസമല്ലേ ആയിട്ടുള്ളൂ. സിംഗിൾ ഓണർ തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ബാക്കിലെ പെട്ടിയൊക്കെ ഇതേ വൃത്തിയോട് പരി കിടക്കുന്നുണ്ട്, ബ്ലാക്ക് അടിച്ച് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെട്ടിയുടെ അളവ് പറയുകയാണെങ്കിൽ 23 അടി എന്നാണ് ചേട്ടൻ പറഞ്ഞേട്ടാ. അപ്പോൾ സിംഗിൾ ഓണർ ആയിട്ടുള്ള 2019 മോഡലായിട്ടുള്ള ടെസ്റ്റ് കഴിഞ്ഞിട്ട് വെറും 3 മാസമാണ് നിലവിലായിട്ടുള്ളൂ. അപ്പോൾ ഇനി 2026 ടെസ്റ്റ് വരുന്നത്. ബാക്ക് ടയർ ഇത് റിസോളിംഗ് ആണ്. ഇതൊക്കെ ഒരു 60% മുകളിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാലും ഇതൊരു 80% ഈ ബാക്ക് ടയർ ഉണ്ട്. പിന്നെ ഇത് എങ്ങനെ പോയാലും 90% അടുത്തുണ്ട്. ഇത് പുതിയ ടയറാണ്, റിസോളിംഗ് അല്ല കേട്ടോ. ഇതൊരു 30-30%. ഇത് റിസോളിംഗ് അല്ല, അതാണ് കിടക്കുന്നത്. പിന്നെ ഈ വണ്ടി എന്താ പറയുക, സിംഗിൾ ഓണറാണ്, അധികം ഓടിയിട്ടില്ല. ഇതിന് കിലോമീറ്റർ എന്ന് പറയുന്നത് 54,513 കിലോമീറ്ററാണ്. ജെനുവിൻ കിലോമീറ്ററാണ് കേട്ടോ. അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾ നോക്കിയോ, നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന അതേ പ്ലാറ്റ്ഫോം നമുക്ക് നോക്കിയോ, ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ ഇത് കിലോമീറ്റർ ഓട്ടം കുറവാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണർ ഗൾഫിലായിരുന്നു. അപ്പോൾ കുറച്ച് ആൾ വണ്ടി കയറ്റിയിട്ടൊക്കെ ആയിരുന്നു. വേറെ ഓടിക്കാനൊന്നും ആൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വീട്ടിൽ ആൾ വീണ്ടും വന്നു. ഇപ്പോൾ വന്നപ്പോൾ ടെസ്റ്റ് നടത്തി എടുത്തതാണ്. അപ്പോൾ തീരെ ഓടാത്തൊരു വണ്ടി തന്നെയാണ് കേട്ടോ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് വന്ന് ഓടിക്കാവുന്ന കേസുള്ളൂ. ഇനി നമ്മുടെ എൻജിൻ്റെ ഭാഗങ്ങളൊന്ന് നമുക്ക് നോക്കാം. എൻജിൻ റൂമൊന്ന് നോക്കാം. പ്രത്യേകിച്ച് ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നിങ്ങൾക്കത് ഇവിടെ വന്ന് നോക്കുമ്പോഴായാലും ഇതുവരെ എൻജിൻ പണി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വണ്ടിക്ക് അതിനുള്ള ഓട്ടം കാര്യങ്ങളോ വന്നിട്ടുള്ളൂ. പിന്നെ ആ ചേട്ടൻ തന്നെയാണ് നോക്കുന്നത്. ആ ചേട്ടൻ പിന്നെ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ നല്ല വൃത്തിയായിട്ട് കിടക്കണ എൻജിൻ്റെ ഭാഗത്തൊന്നും ഒരു അനക്കം തട്ടിയിട്ടില്ല. പിന്നെ സ്റ്റെപ്പിന് ഇതാണ് സ്റ്റെപ്പിന് മുട്ടയാണ്, എന്നാലും അത് സുഖമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത്രയും നല്ലൊരു വണ്ടി, സിംഗിൾ ഓണറായിട്ടുള്ള 2019 മോഡലായിട്ടുള്ള ഒരു ജീറ്റോ, വെറും 54,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത്. എൻ്റെ ഒരു കാര്യം, ബാറ്ററി മാറ്റിയിട്ട് ആകെ 2.5 മാസമായിട്ടുള്ളൂടാ. ടെസ്റ്റിന് വേണ്ടിയിട്ട് പുത്തൻ ബാറ്ററി വെച്ചിട്ടുള്ളതാണ്. 2.5 മാസമാണ് ആകെ ബാറ്ററിക്ക് ആയിട്ടുള്ളൂ. പിന്നെ ഇൻഷുറൻസ് പൊല്യൂഷനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. അത് പറയാനായിട്ട് ആ ടെസ്റ്റ് നടത്തിയ സമയത്ത് തന്നെ പുതിയത് എടുത്തിട്ടുള്ള ഇൻഷുറൻസും പുതിയ പൊല്യൂഷനൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. തിരുത്തേണ്ട കാര്യങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റുപോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റുപോയി എന്ന് പറഞ്ഞിട്ട്. ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ പോലും തമ്പനയിലിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റുപോയെന്ന് കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ 4 ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കാവുന്ന. വില പറയുന്നത് 2,70,000 രൂപയാണ്. നെഗോഷ്യബിൾ സാധ്യതയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇത് തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാടാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ നല്ലൊരു ജീറ്റോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ സെറ്റാക്കിയോടാ. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.